ഇന്ന് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് സ്റ്റേക്കാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഡിന്നറിനാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ സ്റ്റേക്ക് മേടിച്ചിരിക്കുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെക്കണം കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു 1 hour മുമ്പെങ്കിലും പുറത്ത് വെക്കണം. അപ്പോൾ കുരുമുളകും ഉപ്പും ആണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഒത്തിരി മസാലയൊന്നും ഇല്ലാതെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് ആ മീറ്റിൻ്റെ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ കുരുമുളക്, അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാറ്റ് ചെയ്ത് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കുറേ നേരത്തെ പുറത്തെടുത്ത് വെച്ചിരുന്നായിരുന്നു കേട്ടോ. കുരുമുളക് ക്രഷ് ചെയ്ത് ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കൈ കൊണ്ട് നമുക്ക് അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയും വേണം. പിന്നെ ഞാൻ അതിനകത്ത് എനിക്ക് റോസ്മെരി ഫ്രഷ് ആയിട്ടില്ലാത്തതുകൊണ്ട് നമുക്കുള്ള ഹെർബ് ഏതാണോ അത് ചേർക്കാം, ഇഷ്ടമുള്ളത്. അപ്പം ഞാനൊരു ഗ്രില്ലിംഗ് പാനിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അല്പം ഒലിവ് ഓയിൽ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. അപ്പം കുരുമുളകും ഉപ്പും 2 സൈഡിലും ഇങ്ങനെ സ്ലൈസ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റേക്കിൻ്റെ ഇത് മേടിക്കാൻ കിട്ടുന്നതാണ്, നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രൈ ആയിട്ടുള്ള റോസ്മെരിയാണ് കേട്ടോ ഇരിക്കുന്നത്. അതും നല്ല ഫ്ലേവർ തന്നെ കൊടുക്കും കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. അത്രയാണ്, സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ. ഞാൻ അതിൻ്റെ കൂടെ പൊട്ടറ്റോ വിങ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നേക്കാളും നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുമ്പോൾ ഫ്രഷും ഹെൽത്തി ആയിട്ടുള്ളത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ആ പൊട്ടറ്റോ വിങ്സിൻ്റെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരു സൈഡിൽ ഉപ്പ്, കുരുമുളക്, റോസ്മെരിയുടെ ഇത്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന പാനിലേക്ക് ഒലിവ് ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ ആ ചൂട് ഒരു മീഡിയം ഹീറ്റിലാക്കുക. അപ്പോൾ ഞാനൊരു മീഡിയം ആണ് കുക്കിങ്ങിന് ആയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഇത് വെൽ കുക്ക്ഡായിട്ട് എടുക്കാം. ഞാൻ 3 to 4 minutes ഒരു സൈഡ്, ആ ഒരു രീതിയിൽ. അപ്പോൾ ആ ഒരു കുക്കിങ് എനിക്കിങ്ങനെ ബ്ലഡ് ആയിട്ടിരിക്കുന്ന ഇഷ്ടമില്ല കേട്ടോ. നമുക്ക് സാധാരണ എല്ലാവർക്കും അങ്ങ് മീഡിയം അല്ലെങ്കിൽ വെൽ കുക്ക്ഡായിട്ട് എടുക്കണമായിരിക്കും നല്ലത്. അപ്പോൾ 3 to 5 minutes മാക്സിമം അത്ര ഇടാവുള്ളൂ. ഈ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ മറിച്ചിടുക. അപ്പോൾ തിക്ക് അധികം ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇത് തിന്നായിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആ സൈഡ് ഒരു ഇച്ചിരി ആവാനുണ്ടായിരുന്നു. അപ്പോൾ 4 to 5 minutes ഇത് പെർഫെക്റ്റാണ് കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10-15 minutes വെച്ചിട്ട് വേണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അകമൊക്കെ നന്നായി ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഒലിവ് ഓയിൽ നമ്മുടെ ക്രഷ്ഡ് ഗാർലിക്ക് ചേർക്കാൻ മറന്നു ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കൊടുക്കും. നോക്കൂ, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും നമുക്കൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കാതെ ഒരു 10 minutes എന്തായാലും വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാം ഞാനൊന്ന് കുക്ക് ചെയ്ത് മാറ്റട്ടെ. അപ്പോൾ ഇതിന് ഞാൻ ജസ്റ്റ് സാലഡ് ലീവ്സും ജസ്റ്റ് പൊട്ടറ്റോ വെജീസുമായിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനകത്തൊരു സോസ് ഉണ്ടാക്കി എടുക്കുന്നത്. പ്രോപ്പർ സോസാണെന്ന് വെച്ചാൽ പ്രോപ്പർ സോസല്ല, എൻ്റേതായ ഒരു കയ്യിലിരുന്ന സാധനങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഈ പാൻ തന്നെയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഗ്രില്ലിങ് പാൻ. അല്പം ചെറുതാണ്, കാസ്റ്റ് അയണിൻ്റെ ആണ്, പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ അടുത്തതിൽ 3 ഇട്ടു കേട്ടോ. അപ്പോൾ ടൈം നോക്കി കൃത്യമായിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അടിയിൽ വെളുത്തുള്ളി കരിഞ്ഞൊക്കെ കിടക്കുന്നെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് ഫ്രഷായിട്ട് ഇട്ട് കൊടുക്കണേ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ അതിനകത്തേക്ക് ഫ്രഷായിട്ട് അപ്പോൾ അടിയിൽ കരിഞ്ഞ് ഇരിക്കുന്നുണ്ടെങ്കിൽ മാറ്റിയിട്ട് പുഴുവിട്ട് കൊടുക്കണം അടുത്ത ബാച്ച് ഇടുമ്പോൾ. അപ്പോൾ അടുത്ത ബാച്ചും റെഡിയായിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ കറിയൊക്കെ എപ്പോഴും വെച്ച് കഴിക്കുമ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന മീറ്റിൻ്റെ തനി യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വല്ലപ്പോഴൊക്കെ റെഡിയാക്കി നോക്കണം, നല്ലതാണ്. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ വിങ്സോ നമ്മുടെ വെജസൊക്കെ വീട്ടിൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഫ്രഷായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. ഞാൻ ഗാർഡനിലുണ്ടായ ലീവ്സൊക്കെ ആയിട്ട് വെച്ചാണ് കേട്ടോ സാലഡ് ഉണ്ടാക്കിയത്. പക്ഷേ എല്ലാം ഒരു ഫ്രഷായിട്ടുള്ള ഒരു ഐറ്റമുകളായിരുന്നു. പൊട്ടറ്റോ വിങ്സും റെഡിയാക്കി. അപ്പം സ്റ്റേക്ക് ഞാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോഴാണെങ്കിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കും. നമ്മളിത് മേടിച്ച് വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെക്കണമെന്ന് മാത്രം. തണുപ്പോടുകൂടി പെട്ടെന്ന് തന്നെ മസാലയിലേക്ക് ചൂടായിട്ടുള്ള പാനിലേക്ക് ഇടരുത്. ഇതിനൊരു സൈഡ് അല്പം തിക്കുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റേക്കെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ
അതവിടെ റെഡി ആകുമ്പോഴത്തേക്കും 2 വെളുത്തുള്ളി, 2 മിൻറ്റിൻ്റെ ലീഫ്, പിന്നെ ആപ്പിൾ സൈഡർ വിനെഗർ, കുറച്ച് മല്ലിയില, അതെല്ലാം കൂടെ ഒന്ന് സോസാക്കിയെടുക്കാം നമുക്ക്. ഞാൻ സോസാക്കിയെടുത്തപ്പോൾ അതിനകത്ത് ഒരു മുളക് ചേർത്താണ് ഗാർഡനിലുണ്ടായ. ഈശ്വര, അതിന് അത്ര എരിവുണ്ടെന്ന് ഞാൻ അന്നാ മനസ്സിലാക്കിയത്. ഇങ്ങനെ ഒരു കുഞ്ഞു മുളക് ചേർത്ത് ഭയങ്കര എരിവായിരുന്നു. പിന്നെ ഞാൻ അതിനകത്ത് കുറേ കഷ്ടപ്പെട്ടു അതിൻ്റെ എരിവൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നപ്പം സോസ് നമുക്ക് സാലഡിലും കുഴപ്പമില്ലായിരുന്നു. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ടേസ്റ്റി ആയിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ അതാണുള്ള ഏറ്റവും സന്തോഷം. അപ്പം വീട്ടിലുണ്ടായ സാലഡ് ലീവ്സൊക്കെ കൊണ്ടിട്ട് സാലഡും ഉണ്ടാക്കി. പൊട്ടറ്റോ വെഡ്ജസ് റെഡിയായി വരുന്നു. അപ്പോൾ സ്റ്റേക്ക് നിങ്ങൾ റെഡി ആയിട്ട് നിങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്ന പോലെ ഞാൻ ഈ പുതിയ ഡിഷായിട്ട് മുன்னாടി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് GNV Blogs. ബൈ.